പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനവുമായിട്ട് വീണ്ടും നിങ്ങളെ സന്ധിക്കുവാൻ സർവകൃപാലുവായ ദൈവം തന്ന സാവകാശത്തിനായിട്ട് സ്തോത്രം. മോർണിംഗ് മന്നായിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ കഥാപാത്രം ഇബ്താഹിനെ കുറിച്ചാണ്. ഇബ്താഹിൻ്റെ ലൈഫ് നമുക്കറിയാം. ഒരു തെറ്റായിട്ടുള്ള മാർഗത്തിൽ ജനിക്കപ്പെട്ടൊരു മകൻ, വേശ്യാസ്ത്രീയുടെ മകൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു കുഞ്ഞിൻ്റെ ബാല്യകാലം എങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ ആദരിക്കപ്പെടത്തില്ല, അവഗണിക്കപ്പെടും, തിരസ്കരിക്കപ്പെടും, ഒറ്റപ്പെടും, മുറിവേൽക്കും. വേദനയുടെ അനുഭവങ്ങൾ പേറി നടക്കുന്നവൻ ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് വന്നതാണ് അവൻ്റെ ജീവിതം തിരിയാനിടയായിത്തീർന്നത്. ഹല്ലേലൂയ. ആ ഇബ്താഹിനെ ദൈവം ആരാക്കി മാറ്റിയെന്നറിയാമോ? തലവനാക്കി മാറ്റി. ഇബ്താഹിൻ്റെ ജീവിതത്തിനകത്ത് 3 പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് പോവുകയാണ്. ഒന്നാമതായിട്ട് 11-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നതിൻ്റെ 11-ാമത്തെ വാക്യം. അങ്ങനെ ഇബ്താഹ് ഗിലെയാദിലെ മൂപ്പന്മാരോടുകൂടെ പോയി ജനം അവനെ തലവനും സേനാധിപതിയുമാക്കി. ഇബ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ച് ജനം അവനെ തലവനാക്കി. ജനം അവനെ ഏറ്റവും നല്ലൊരു നേതാവാക്കി. ആമേൻ. എന്നെ തലവനാക്കി കേട്ടോ. തലവനാക്കി കഴിഞ്ഞപ്പോൾ ആ തലവനായിട്ട് ശരി, ഞാൻ വലിയ ലീഡറാണെന്നും പറഞ്ഞുകൊണ്ട് പോയില്ല. മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പറയുക. കർത്താവേ, എൻ്റെ പരിമിതികൾ ഇങ്ങനെയാ, എൻ്റെ പരിധി ഇങ്ങനെയാ, പക്ഷേ നിൻ്റെ സന്നിധി ഞാൻ ഇതറിയിച്ചാൽ എനിക്കൊരു കാര്യം അറിയാം. ഈ പരിമിതികളെ ഇവിടെ ഏറ്റവും അനുഗ്രഹിച്ച് തരുമെന്ന് എനിക്കറിയാം. ഈ ബലഹീനതകളെ അങ്ങ് ബലമുള്ളതാക്കി മാറ്റുമെന്ന് എനിക്കറിയാം. അങ്ങനെ നമ്പർ 1 അവൻ്റെ ക്വാളിറ്റി. ഹല്ലേലൂയ. പരിമിതികളുടെ ഇടയിലും ദൈവസനി കാര്യങ്ങളെ പറയുന്നവൻ. ദൈവസനി കാര്യങ്ങളെ പറയുന്നവൻ. അടുത്തതായിട്ട് 29-ാമത്തെ വാക്യം. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഇബ്താഹിൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ ക്യാരി ചെയ്യുന്ന ഒരു പ്രത്യേക അനുഭവം. ആ കാലഘട്ടത്തിൽ ദൈവാത്മാവ് വന്നും പോയി നിൽക്കുന്ന അനുഭവമാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് ഒരുത്തിനോട് ഇഷ്ടം തോന്നണമെങ്കിൽ അവൻ ആ രീതിയിൽ ദൈവാത്മാവായിട്ട് കൂട്ടുകൂടുന്നവനായിരിക്കണം. ഈ കാലഘട്ടത്തിലായിരിക്കും നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേലുണ്ട്, കൃപാവരങ്ങളുണ്ട്, അല്ലേ അമ്മേ? അതൊക്കെ നമ്മുടെ മേൽ തളം കെട്ടി നിൽക്കുന്നു. പക്ഷെ ഇബ്താഹിൻ്റെ മേൽ അങ്ങനല്ല. ആത്മാവ് ഒന്നും പോയി നിൽക്കുന്നു. ആത്മാവ് എപ്പോൾ വരുമോ അന്നേരം അമാനുഷിക ശക്തിയുടെ ഉടമയായിട്ട് മാറും, മാനുഷിക വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറും. ആ ശക്തി അവൻ ഉപയോഗിച്ച്, ആ ബലം അവൻ ഉപയോഗിച്ച് എന്ത് ചെയ്യും? കരുത്തരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ എന്ത് ചെയ്യും? നേരിട്ട് ജയിക്കാനിടയായിത്തീരും, നേരിട്ട് ജയിക്കാനായിട്ടിടയായിത്തീരും. നോക്കിയേ, ഇവിടെ നോക്കിയേ, എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മേൽ വരികയാണ്. ഹല്ലേലൂയ. വലിയൊരു ജനത്തെ നേരിടാനായിട്ട്, വലിയൊരു കൂട്ടത്തെ നേരിടാനായിട്ട് കരുത്തോടുകൂടെ ആത്മാവ് കടന്നു വന്നു, മുന്നോട്ടിറങ്ങാനിടയായിത്തീർന്നു. മൂന്നാമതായിട്ട് ദൈവത്തിന് ചില തീരുമാനങ്ങൾ പറയുകയും ആ തീരുമാനങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവനായിരുന്നു. ചില പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ എടുക്കുന്ന ചില ഡിസിഷൻസ് ഉണ്ടല്ലോ, ചില തീരുമാനങ്ങളുണ്ടല്ലോ, ചില നേർച്ചകളുണ്ടല്ലോ, അത് നോക്കി ദൈവം മാനിക്കുന്ന ദൈവമാണ്. അത് നോക്കി ദൈവം നിന്നെ ആദരിക്കും കേട്ടോ. ജീസസ്. എന്താ ഇവിടെ ഇബ്താഹ് എടുത്ത തീരുമാനം? ഞാൻ അമോര്യരെ സംഹരിച്ചിട്ട് വരുമ്പോൾ എന്നെ എതിരേൽക്കുന്ന ആരായാലും എന്താ ദൈവത്തിനുള്ളതായി മാറും. ഒരു തീരുമാനമാണ്, ഒരു തീരുമാനം. ഈയോ ഒറ്റ മോള് അമോര്യരെ ജയിച്ച് തിരിവരുമ്പോൾ, ഹല്ലേലൂയ. നോക്കി ആ ഭാഗമായിട്ട് ഒന്ന് വായിച്ചേ. എന്നാൽ ഇബ്താഹ് മിസ്പയിൽ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതാ അവൻ്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ അവനെ എതിരേറ്റു വരുന്നു. അവൾ അവൻ ഏകപുത്രിയായിരുന്നു, അവളല്ലാതെ അവന് മകനുമില്ല മകളുമില്ല. അവളെ കണ്ട ഉടനെ അവൻ തൻ്റെ വസ്ത്രം കീറി, അയ്യോ എൻ്റെ മകളെ, നീ എൻ്റെ തല കുനിയിച്ചു, നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു. കണ്ടോ? യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. ജീസസ് ദൈവത്തോട് പറഞ്ഞ കാര്യം തല പോകേണ്ടി വന്നാലും എന്ത് സംഭവിച്ചാലും ചെയ്യാൻ മടിയില്ലാത്തവനായിരുന്നു ഇബ്താഹ്. ഈ 3 ക്വാളിറ്റീസ് നമുക്ക് ഏറ്റെടുക്കാം. ദൈവത്തിൻ്റെ പ്രീതി നമുക്ക് ലഭിക്കും. നമ്മൾ ഏത് സാഹചര്യത്തിൽ വളർന്നു വന്നോന്ന് എന്നല്ല. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ സന്നിധി കാര്യങ്ങൾ പറയാൻ നമുക്ക് കഴിയണം. 2, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ പരിവർത്തിക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം.
എടുത്ത തീരുമാനങ്ങൾ തല പോകേണ്ടി വന്നാലും ദൈവസേന നിറവേറ്റാൻ നമ്മൾ തയ്യാറാകണം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വളരെ ഹൃദ്യമായ ദൈവിക സന്ദേശം, വ്യക്തമായ ആത്മാവിൻ്റെ ഇടപെടലോടുകൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിനകത്ത് അത്ഭുതകരമായ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ മറവിലോടൊന്ന് മടക്കണമേ. ആരോഗ്യത്തോടെ കാത്തു പരിപാലിക്കണം. മഹത്വം മുഴുവൻ അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.